ഹലോ ഫ്രണ്ട്സ്, 2025 നിങ്ങൾക്ക് നല്ലൊരു ലാപ്ടോപ്പ് എടുക്കാൻ പ്ലാനിങ് ഉണ്ടെങ്കിൽ തീർച്ചയായും ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഞാൻ പറയുന്ന ഓരോ കാര്യങ്ങളും നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി ഫോളോ ചെയ്യുക. ഞാൻ ഇവിടെ ആദ്യം പറയാൻ പോകുന്നത് നിങ്ങളുടെ യൂസ് എന്താണ് എന്നുള്ളത് നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കുക. അതായത് എഡിറ്റിങ്ങിനാണോ, ഗ്രാഫിക് ഡിസൈനാണോ, ഗെയിമിങ്ങിനാണോ, അല്ലെങ്കിൽ നിങ്ങളെ സാധാരണ ഓഫീസ് ആവശ്യത്തിനോ ബിസിനസ് ആവശ്യത്തിനാണോ എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. ഞാനിവിടെ ആദ്യം പറയാൻ പോകുന്നത് എഡിറ്റിങ്ങിനും ഗെയിമിങ്ങിനും ഗ്രാഫിക് ഡിസൈനും മറ്റ് ഹൈ പെർഫോമൻസ് എല്ലാ കാര്യത്തിനും ഒരുപോലെ യൂസ് ചെയ്യാൻ ലാപ്ടോപ്പിൽ വേണ്ട സ്പെക്കുകളെ കുറിച്ചാണ് ഞാൻ ഇവിടെ ആദ്യം പറയാൻ പോകുന്നത്. സ്റ്റെപ്പ് 2 എന്നത് ഗെയിമിങ്ങിനും എഡിറ്റിങ്ങിനും ഗ്രാഫിക് ഡിസൈനൊക്കെ ഏറ്റവും നല്ല പ്രൊസസ്സർ എന്ന് പറയുമ്പോൾ ഒന്നെങ്കിൽ ഇൻ്റലിൻ്റെ i7 പ്രൊസസ്സർ അല്ലെങ്കിൽ റൈസൻ്റെ 7 പ്രൊസസ്സർ ആയിരിക്കും ഏറ്റവും ബെറ്റർ. അതുപോലെ സ്റ്റോറേജിലേക്ക് വരുമ്പോൾ ഏറ്റവും നല്ല 500 GB അല്ലെങ്കിൽ 1 TB. ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് ഏറ്റവും നല്ല 1 TB ആയിരിക്കും. അതുപോലെ തന്നെ റാം എടുക്കുമ്പോൾ ഒന്ന് 16 GB അല്ലെങ്കിൽ അതിന് മുകളിലുള്ള ഏത് നിങ്ങൾക്ക് എടുക്കാം. റാമും സ്റ്റോറേജും നിങ്ങൾ എപ്പോൾ എടുക്കുമ്പോഴും അപ്ഗ്രേഡ് ചെയ്യുന്ന രീതിയിലുള്ള ലാപ്ടോപ്പുകൾ മാത്രം നിങ്ങൾ സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെയുള്ള ഒരു കാര്യമാണ് ഗ്രാഫിക്സ് കാർഡ് എപ്പോഴും നിങ്ങൾ ചൂസ് ചെയ്യുമ്പോൾ NVIDIAയുടെ ഗ്രാഫിക്സ് കാർഡ് തന്നെ നിങ്ങൾ എടുക്കാൻ ശ്രദ്ധിക്കുക. അതായത് സ്റ്റോറേജും കാര്യങ്ങളൊക്കെ ഉള്ള ഗ്രാഫിക്സ് കാർഡ് തന്നെ നിങ്ങൾ എടുക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. മറ്റൊരു പ്രധാനപ്പെട്ടൊരു കാര്യമാണ് ഡിസ്പ്ലേ എന്ന് പറയുമ്പോൾ ഏറ്റവും നല്ല OLED ഡിസ്പ്ലേ തന്നെ നിങ്ങൾ സെലക്ട് ചെയ്യാൻ ശ്രമിക്കുക. നല്ല ഫുൾ HD 4K ഒക്കെ റെസൊല്യൂഷൻ വരുന്ന ഡിസ്പ്ലേ തന്നെ ചൂസ് ചെയ്യുക. ഞാൻ സൈസ് കാര്യങ്ങളെന്ന് പറയുമ്പോൾ അത് ഓരോരുത്തരുടെ താല്പര്യത്തിനനുസരിച്ച് നിങ്ങൾ എടുക്കുക. ഞാൻ അതിലുള്ള ബാറ്ററി ലൈഫ് എന്ന് പറയുമ്പോൾ ഗെയിമിംഗ് ലാപ്ടോപ്പ് പിന്നെ അതുപോലെ തന്നെ ഹൈ പെർഫോമൻസ് കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യുന്ന ലാപ്ടോപ്പാണെങ്കിൽ അതിന് ബാറ്ററി ലൈഫ് പൊതുവേ കുറവായിരിക്കും. എന്നാലും നിങ്ങൾ ഒരു 5-6 മണിക്കൂർ ബാറ്ററി ലൈഫ് കിട്ടുന്ന നിലയിലുള്ള ലാപ്ടോപ്പ് മാത്രമേ നിങ്ങൾ ചൂസ് ചെയ്യുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് ഗെയിമിംഗ് ലാപ്ടോപ്പ് ഹൈ പെർഫോമൻസ്ഡ് ലാപ്ടോപ്പ് എടുക്കുമ്പോൾ എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത് ഗെയിമിംഗ് ലാപ്ടോപ്പിൻ്റെ സ്പെക്കുകളെ കുറിച്ചാണ്. അപ്പോൾ അടുത്ത വീഡിയോ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് സാധാരണ ഓഫീസ് ലാപ്ടോപ്പുകളെയും ബിസിനസ് ലാപ്ടോപ്പുകളെയും ആവശ്യമായ സ്പെക്കുകളെ കുറിച്ചായിരിക്കും. അപ്പോൾ ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിച്ചാൽ മതി. അപ്പോൾ ജസ്റ്റ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.